എൻഡിഎയുടെ വിജയത്തോടെ ഓഹരി വിപണിയിൽ ഉണർവ്. സെൻസെക്സ് 670-ലേറെ പോയിന്റ് ഉയർന്നു. നിഫ്റ്റിയും 170 പോയിന്റ് ഉയർച്ച രേഖപ്പെടുത്തി. ഇന്നലത്തെ വൻ തകർച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ വിപണിയുടെ തിരിച്ചുവരവ്. ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൻ, ഇന്നലെ വലിയ തോതിൽ ഓഹരി വിപണിയിൽ ഒരു പ്രശ്നം ഉണ്ടായത്, പക്ഷേ ഇതെങ്ങനെ പോകും, ഇതെങ്ങോട്ട് പോകും എന്നൊരു ആശങ്ക ഒരു പക്ഷേ തുടക്കത്തിൽ ഉണ്ടായിരുന്നിരിക്കാം, അതായിരിക്കാം. പക്ഷേ ഇന്ന് തീർച്ചയായും ആ കയറ്റം സുസ്ഥിരമായൊരു സർക്കാർ കേന്ദ്രത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമല്ലേ? തീർച്ചയായും വീണ, ഒരു സുസ്ഥിര ഭരണം ഉണ്ടാകുന്നു എന്നതിൻ്റെ പ്രതിഫലനം തന്നെയാണ് സെൻസെക്സിലും അതുപോലെ തന്നെ നിഫ്റ്റിയിലും ആദ്യ 50 പെർഫോമിംഗ് ഷെയറുകളിലും ഉണ്ടാകുന്ന ആ മുന്നേറ്റം എന്നത് വളരെ കൃത്യമായി തന്നെ അനുമാനിക്കാവുന്നതാണ്. എന്നാലും നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഒരു പിന്നാക്കം പോയ അവസ്ഥയിൽ നിന്നും കയറി വരുന്ന ഒരു ആക്സിലറേഷൻ മോഡിൽ തന്നെയാണ് ഇപ്പോൾ ഓഹരി വിപണി പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ആദ്യ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും ഇക്കാര്യത്തിൽ ഒരു പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സെൻസെക്സിൽ ഒരു പിന്നാക്കം പോകുന്ന ഒരു സാധ്യത ഉണ്ടായതിൻ്റെ അടിസ്ഥാന കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ആ ഒരു റിസർവ്ഡ് അപ്രോച്ചാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ കൃത്യമായ നിരീക്ഷണങ്ങളിലെത്തിയത് ഒരു ബയറിഷ് അപ്രോച്ച് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നു. അതായത് ഏത് സാഹചര്യത്തിലാണ് നയങ്ങളുടെ വ്യതിയാനം വരാനുള്ള സാധ്യത എന്നൊരു ആശങ്കയുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിക്ഷേപത്തിൻ്റെ സാധ്യതകളിലേക്കുള്ള നീക്കങ്ങൾ കുറയുന്നൊരു സാഹചര്യം തന്നെയാണ് ഒരു ഓഹരി വിപണിയിൽ ഒരു മന്ദീഭവിച്ച സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ പാരമിതിയിലെത്തുന്ന ചില നിമിഷങ്ങളുണ്ടായി ഈ അടുത്ത ദിവസങ്ങളിൽ എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വർധന ഉണ്ടാകാനുള്ളൊരു സൂചനയാണ് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സൂചനയുടെ പ്രധാന കാരണം നമുക്കറിയാവുന്നതാണ്. G20 സമ്മേളനത്തിലായാലും തുടർന്നുള്ള ഭാരതത്തിൻ്റെ എല്ലാ ഇനീഷ്യേറ്റീവുകളിലും ഉണ്ടാകുന്ന ഒരു ക്ലീൻ എനർജി, അതായത് ഗ്രീൻ എനർജി സോഴ്സ് ഉണ്ടാക്കുക എന്നതിനായി രാജ്യം ഒരു ഹബ്ബായി മാറുക എന്നൊരു നീക്കമാണ്. അക്കാര്യത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ ഏത് രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പുരോഗമിക്കുമെന്ന് കൃത്യമായി അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്ഥിരത ഉറപ്പാക്കാവുന്ന റിസൾട്ട് കൃത്യമായി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സ്വാഭാവികമായും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു 3% വരുന്ന ഒരു ബൂം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഇന്ന് കാണുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു ഭൂമിയിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപത്തിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുകയാണെങ്കിൽ ഗ്രീൻ എനർജി രംഗത്തും അതുപോലെ തന്നെ സാറ്റലൈറ്റ് കോമ്പണൻറ്റ് പോലുള്ള IT രംഗങ്ങളിലും ഇലക്ട്രോണിക് രംഗങ്ങളിലുമെല്ലാം തന്നെ കാര്യക്ഷമമായൊരു നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയും ചെയ്യാം. തീർച്ചയായും ഇന്നും നാളെയുമായി ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചില ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുമ്പോൾ ചില മന്ദീഭവിച്ച അവസ്ഥകളും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും സുസ്ഥിരമായൊരു സർക്കാർ ഉണ്ടാകും, സുസ്ഥിരമായ വ്യാവസായിക ഉത്പാദന നയങ്ങളുണ്ടാകും. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു ലോകത്തിൻ്റെ തന്നെ ഹബ്ബായി മാറുമെന്ന കൃത്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായും ഓഹരി വിപണി മുന്നേറ്റം കുറിക്കും, അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് തന്നെയാണ് ഈ സൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ശരി.